മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. പണിയുടെ സീസണായ ബിഗ് ബോസ് സീസൺ 7-ൽ 7ൻ്റെ പണിയാണ് ബിഗ് ബോസ് എല്ലാ കണ്ടസ്റ്റൻസിനും കൊടുത്തിരിക്കുന്നത്. പണിപ്പുരയിലേക്കുള്ള പോയിന്റിന് വേണ്ടിയുള്ള 2 ടാസ്കുകളായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അതിലെ ആദ്യത്തെ ടാസ്ക് നമ്മൾ കണ്ടതാണ്. ആദിലയും നൂറയുമാണ് പോയത്. എന്നാൽ ആ ടാസ്കിൽ അവർ തോറ്റുപോയി. 750 പോയിന്റുകളാണ് നഷ്ടമായത്. എന്നാൽ അതിൻ്റെ ഒരു ലൂപ്പ് പോയിന്റ് ബിഗ് ബോസ് ഇപ്പോഴാണ് അവരോട് പറഞ്ഞത്. കാരണം അവർക്ക് കൊടുത്തിരുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഫാമിലി വീക്കിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 പേരുടെ ഫാമിലി സെലക്ട് ചെയ്യുന്നതായിരുന്നു. അവരതിൽ സെലക്ട് ചെയ്തത് ശരത്ത്, റെന ഫാത്തിമ, രേണുസുതി ഇവർ 3 പേരെയുമായിരുന്നു. പക്ഷേ എല്ലാ സീസണിലും ഫാമിലി വീക്ക് നടത്താറുള്ളത് 10 അല്ലെങ്കിൽ 11ാമത്തെ വീക്കിലാണ്. ആ സമയമാകുമ്പോൾ ഇവർ 3 പേരും ഇവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ല. അങ്ങനെയുള്ള അവർക്ക് വേണ്ടിയാണ് 750 പോയിന്റ് നഷ്ടമാക്കി ഫാമിലി വന്നാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ബിഗ് ബോസ് പറയുന്നത് വരെ ആരും ഈ ലൂപ്പ് പോയിന്റിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. എന്തായാലും ഇപ്പോൾ 2ാമത്തെ ടാസ്ക് നടത്താൻ പോവുകയാണ്. ഈ ടാസ്കിലേക്ക് ധൈര്യശാലികളായ 3 വ്യക്തികളെയാണ് ആവശ്യം. വോട്ട് ചെയ്ത് 3 പേരെ തിരഞ്ഞെടുത്തു. അങ്ങനെ അനീഷ്, ആര്യൻ, ജിസേൽ ഇവർ 3 പേരെയുമാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ബിഗ് ബോസ് ഇവർക്ക് നൽകിയത് 7ൻ്റെ പണിയായിരുന്നു. ആക്ടിവിറ്റി ഏരിയയിലായി 3 പില്ലറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ അനീഷും, സെക്കൻഡ് പില്ലറിൽ ആര്യനും, തേർഡ് പില്ലറിൽ ജിസയിലുമാണ് നിന്നത്. ഫസ്റ്റ് ടാസ്ക് ഈ നിമിഷം മുതൽ ഈ സീസൺ തീരുന്നത് വരെ സംസാരിക്കാതെ ഇരിക്കുക എന്നതായിരുന്നു. അനീഷ് അത് വായിച്ച ഉടൻ തന്നെ പിന്നീട് സംസാരിച്ചിട്ടേയില്ല. ആര്യനും ജിസയിലും പലതും സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും എന്തിന് ബിഗ് ബോസ് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് പോലും അനീഷ് പിന്നീട് സംസാരിച്ചിട്ടേയില്ല. എന്തായാലും 2ാമത്തെ പില്ലറിൽ നിന്ന് ആര്യന് ലഭിച്ചത് മുൻപിലൊരു ജ്യൂസ് വെച്ചിട്ടുണ്ട്. അത് ഒറ്റയ്ക്ക് മുഴുവനും കുടിച്ചു തീർക്കണം എന്നായിരുന്നു. 3ാമത്തെ ടാസ്ക് ആയിരുന്നു ഇവർക്ക് നൽകിയ 7ൻ്റെ പണി. അത് ജിസേലിനാണ് ലഭിച്ചത്. തല മുണ്ഡനം ചെയ്യണം എന്നായിരുന്നു. ജിസേലിനു ലഭിച്ച ടാസ്ക് എന്നല്ല, ഇവർക്ക് 3 പേർക്കും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ത് എടുക്കണമെന്ന്. എന്നാൽ അനീഷ് ഒരു ചർച്ചയ്ക്കും ഒരുക്കമല്ലായിരുന്നു. അനീഷ് പിന്നീട് ആംഗ്യഭാഷയിലൂടെ കാണിക്കുന്നുണ്ട് 1ാമത്തെ, അതായത് അനീഷിന് കിട്ടിയ ടാസ്ക് തന്നെ അനീഷ് ചെയ്തോളാമെന്ന്. ആര്യനും ജിസേലിനും മുടി മുറിക്കാൻ സമ്മതമായിരുന്നില്ല. പിന്നീട് ഫാമിലിയിലെ മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ വന്നു. അവരും മുടി മുറിക്കണമെന്ന് തന്നെ അവരോട് ആവശ്യപ്പെട്ടെങ്കിലും ആര്യനും ജിസേലും സമ്മതിച്ചില്ല. അങ്ങനെ ഒരു ചെറിയ വഴക്കായി. കാരണം ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ആര്യനും ജിസേലിനും എതിരായി. ലേഡീസിൽ പലരും വരെ മുടി മുറിക്കാൻ തയ്യാറായി വന്നു. പക്ഷേ സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ബിഗ് ബോസ് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ ടാസ്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവരുടെ 1000 പോയിന്റും ഇവിടെ നഷ്ടമായിരിക്കുകയാണ്. ആര്യൻ പറയുന്നത് വെറും ഒരു 1000 പോയിന്റിന് വേണ്ടി മുടി മുറിക്കണം എന്നാണ്. കാരണം പണിപ്പുരയിൽ ഈ തവണ ഫുഡും ഡ്രസ്സും ആയിരിക്കും ഉണ്ടാകുന്നത്. ഡ്രസ്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അത് വെച്ച് അടുത്ത ആഴ്ച വരെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫുഡ് വേണമെങ്കിൽ ആര്യൻ കഴിക്കാതിരിക്കാം 2 ദിവസത്തേക്ക്. നിങ്ങളെല്ലാവരും കഴിച്ചോളൂ, എങ്കിലും ഞാൻ മുടി മുറിക്കില്ല എന്നാണ്. കാരണം അടുത്ത ആഴ്ചയും പിന്നെയും പണിപ്പുര ടാസ്ക് വരുന്നുണ്ടല്ലോ. ഈ ആഴ്ചത്തെ പണിപ്പുര ടാസ്ക് ഒരെണ്ണം പോയാലും കുഴപ്പമില്ല എന്നുള്ള തീരുമാനമാണ് ആര്യന്. പക്ഷെ മറ്റ് കണ്ടസ്റ്റൻസ് ആരും ഇവർ പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല. മുടി മുറിക്കണം, 1000 പോയിന്റിന് വേണ്ടി മുടി മുറിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. ആര്യൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം ഈ ഒരു ടാസ്കിന് വേണ്ടി അല്ലെങ്കിൽ വെറും ഒരു 1000 പോയിന്റിന് വേണ്ടി മുടി മുറിക്കുന്നത് ശരിയല്ല. അതിന് ആര്യനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ളവർ ചോദിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിരുന്നു എന്തും ചെയ്യാൻ ധൈര്യമുള്ള 3 പേരെ സെലക്ട് ചെയ്യുക എന്നാണ്. അപ്പോൾ ഇവരെ 3 പേരെയും സെലക്ട് ചെയ്ത ബാക്കി കണ്ടസ്റ്റൻസിനെ ഇവർ ചതിക്കുകയല്ലായിരുന്നു എന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത്. രാവിലത്തെ ടാസ്കിൽ ആദിലയും നൂറയും ഫാമിലിക്ക് വേണ്ടി 750 പോയിന്റ് നഷ്ടമാക്കിയപ്പോൾ ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം അവരുടെ കൂടെ നിന്നിരുന്നു. ഈ ടാസ്കിലും 1000 പോയിന്റ് പോയാലും മുടി മുറിക്കണ്ട എന്ന് എല്ലാവരും പറയുമെന്നാണ് ആര്യൻ വിശ്വസിച്ചത്. എന്നാൽ എല്ലാവരും ആര്യനും ജിസേലിനും അനീഷിനും എതിരായിരുന്നു സംസാരിച്ചത്. ഇനി ഇവർക്ക് ബാലൻസ് ഉള്ളത് 250 പോയിന്റുകൾ മാത്രമാണ്. അത് നേടിയെടുത്താലും ഇല്ലെങ്കിലും ഇവർക്ക് ഓൾറെഡി 1000 പോയിന്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ വെറും 5 സെക്കൻഡ്, അതും ഒരാൾക്ക് മാത്രമാണ് ഈ ആഴ്ച പണിപ്പുരയിൽ കയറാൻ സാധിക്കുകയുള്ളൂ. ഇവർ 3 പേരും ഈ ടാസ്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബാക്കി കണ്ടസ്റ്റൻസിൽ പലരും പറയുന്നത് ഇനി അടുത്ത ടാസ്ക് വരുമ്പോൾ വോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവർ 3 പേരെയും സെലക്ട് ചെയ്യണ്ട എന്നാണ്. പക്ഷേ അതിലൊരു ന്യായമുള്ളതായി തോന്നുന്നില്ല. കാരണം ആര്യനാണേലും ജിസേലാണേലും അനീഷാണേലും ഫിസിക്കൽ ടാസ്കിൽ അവർക്ക് പറ്റുന്ന മാക്സിമം അവർ തരാറുണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പത്തെ ടാസ്കിൽ കണ്ടതാണ്. പക്ഷേ ഈ ടാസ്കിൽ ഇവർ പെർഫോം ചെയ്തില്ല എന്ന ഒറ്റ റീസൺ കൊണ്ട് ഇനി ഇവരെ ഒരു ടാസ്കിലും സെലക്ട് ചെയ്യില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. ആ അഭിപ്രായം ഏറ്റവും കൂടുതലുള്ളത് അഭിലാഷിനാണ്. എല്ലാവരും വോട്ട് ചെയ്യുമ്പോൾ ആര്യൻ, ജിസേൽ ഇവരുടെ പേര് വരാറുണ്ട്. എല്ലാവരും അനുഭവിച്ചു, നിങ്ങൾ തന്നെയല്ലേ ഇവരുടെ പേര് വോട്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് അഭിലാഷ്.
അഭിലാഷിൻ്റെ ദേഷ്യം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വോട്ട് ചെയ്യുന്ന സമയത്ത് ആരും അഭിലാഷിൻ്റെ പേര് പറയാത്തതിൽ നല്ല ദേഷ്യമുണ്ട് എന്നാണ്. അഭിലാഷിന് ഈ ടാസ്ക് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അഭിലാഷ് വില്ലിങ്ങുമാണ്. ഒരുപക്ഷെ അഭിലാഷ് ആയിരുന്നു ഈ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ അഭിലാഷ് മുടി മുറിക്കാനും സമ്മതമായിരുന്നു. അപ്പോൾ സരിക അഭിലാഷിനോട് പറയുന്നുണ്ട്, ഞാൻ അഭിലാഷിൻ്റെ പേരാണ് പറഞ്ഞത്, അടുത്ത തവണ നമുക്കിനി അഭിലാഷിനെ വിടാമെന്ന് പറയുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട, ഞാൻ പോകുന്നില്ല എന്ന്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അഭിലാഷിൻ്റെ പേര് പറയാത്തതിൽ അഭിലാഷിന് നല്ല ദേഷ്യമുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ആദ്യത്തെ ദിവസം തന്നെ ഇവർ 2 ടാസ്കുകൾ വിജയിച്ച് 500 പോയിന്റുകൾ വീതം 1000 പോയിന്റുകൾ സ്വന്തമാക്കിയിരുന്നു. അത് ടീം എ തന്നെയാണ് 2 ടാസ്കുകളും ജയിച്ചത്. ആദ്യത്തെ ടാസ്കിൽ ജിസേലിനെയും രണ്ടാമത്തെ ടാസ്കിൽ ബിന്നിയെയും പണിപ്പുര ടാസ്കിൽ പോകാൻ വേണ്ടി സെലക്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പോയിന്റുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രമാണ് പണിപ്പുരയിൽ പോകാൻ സാധിക്കുന്നത്. അതാരാണെന്ന് ഇനി കണ്ടറിയണം.